ഹലോ കൂട്ടുകാരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സ്പെഷ്യൽ നോക്കിയാലോ ഒന്ന് മാന്തളാണ് കിട്ടിയിട്ടുള്ളത്. അമ്മ മാന്തള നന്നാക്കുകയാണ്. ചോറ് ഇതേ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊന്നാങ്കണ്ണിയുടെ ഇല പൊട്ടിച്ചിരുന്നു കേട്ടോ. പാടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ഇലയാണ്. അത് ഞാൻ കുനുകുനാന്നരിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇതേൻ്റെ അമ്മ കറി അലക്കാൻ തുടങ്ങി. മുളകും മല്ലിയും തേങ്ങയൊക്കെ ഒരുമിച്ചായിട്ട് ഇവിടെ അരയ്ക്കാറ്. അങ്ങനെ അമ്മ അത് കറി അലക്കി പുളിവെള്ളമൊക്കെ ഒഴിച്ചു പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കറി കലക്കി അടുപ്പിലോട്ട് വെച്ചു. ഇത് നമ്മുടെ ചോറ് വെന്തുണ്ട്. ചോറ് അമ്മ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വീണ്ടും പോയി നമുക്ക് തേങ്ങ ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വേണമല്ലോ. അപ്പോൾ അത് തേങ്ങ ചിരണ്ടി. അപ്പോഴേക്കും അമ്മ ഇതേ വിളി തുടങ്ങി, കറി തിളച്ചിട്ടോ വീഡിയോ എടുക്കുന്നില്ലേ എന്ന്. അപ്പോൾ ഓടി വന്നു ആ വീഡിയോ അങ്ങ് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് കറക്കിയെടുത്തു, ഒന്ന് ഒതുക്കിയതാണ്. അപ്പോഴേക്കും നമ്മുടെ കറി അവിടെ റെഡി ആയിട്ട് വേപ്പില ഇടുന്നൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കറിയായി അമ്മ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മീൻ വറുക്കുകയാണ്. എനിക്കിന്ന് ഉച്ചയ്ക്ക് ചോറല്ല, ഓട്സാണ്. ഞാൻ ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓട്സ് വേവിക്കാനുള്ള പ്രിപ്പറേഷനിൽ ഞാൻ അങ്ങ് പോയി. അപ്പോഴേക്കും അമ്മ അവിടെ ഇതേണ്ട ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ടു. പിന്നെ അതിലേക്ക് നല്ല വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. നല്ല മണമാട്ടോ വെളുത്തുള്ളി ചതച്ച് ഇട്ടെടുക്കുമ്പോൾ. പിന്നെ അതിലേക്ക് നമ്മളെ പൊന്നാങ്കണ്ണിയുടെ ഇല ഇട്ട് കൊടുത്തു. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു ഇലയാണ്, നല്ല രുചിയുള്ള ഇലയാണ് കേട്ടോ. അധികം വേവിച്ച് കഴിഞ്ഞാൽ അത് കഴിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണം, അധികം വേവില്ല. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു അമ്മ അതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടുണ്ടാവുള്ളൂ. ആ തേങ്ങ ഒന്ന് വേവാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞ പാടനെ അതങ്ങ് കോരിയെടുത്തു. അത്രയും വേവ് മതി ഇതിന്. അതിലിടയ്ക്ക് അമ്മ ഇപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ശകരം എനിക്ക് തരുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മോദി തീരുകയാണ് കേട്ടോ. ചൂടാണ്, പ്ലേറ്റിലിട്ട് തരുന്ന വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിങ്ങനെ എടുത്തോളാം എന്ന് പറഞ്ഞു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് വെന്ത് പാകമായിട്ടുണ്ട്. പിന്നെ ഞാനിതാ പോട്ട്സും കൂട്ടിയിട്ട് മീൻകറിയും കൂട്ടി ഉപ്പേരിയും കൂട്ടിയിട്ട് കഴിക്കാന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. ബൈ.